ഹേ ഗായ്സ്, ഞാൻ ഇന്ന് മൈക്കിൾ ജാക്സന്റെ ബയോപിക്കായ മൈക്കിൾ ഇന്ന് തിയേറ്ററിൽ പോയിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പോകണം, അതും എയർ എക്സ്പ്രസിൽ. അത് കഴിഞ്ഞിട്ട് ഒരു മന്തി കൂടെ കഴിക്കണം എന്ന് പ്ലാൻ ഉണ്ട്. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു മിനി വ്ളോഗാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് കിട്ടി. തമ്പാനൂരിലേക്ക് ടിക്കറ്റ് കൊടുത്ത് 35 രൂപയായത്. അങ്ങനെ തമ്പാനൂർ എത്തി. ഇനി ഇവിടെ നടന്ന എയർ എക്സ്പ്രസ് പോകണം. നടന്ന എയർ എക്സ്പ്രസ് എത്തി. ഇവിടെ ഓഡിയോ വണ്ടിയിലാണ് ഞാൻ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അകത്ത് കയറട്ടെ. ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫ്രീ ആയിട്ടാണ്, വിത്ത് 1 കോൾഡ് കോഫി. ഇനി പോയി സിനിമ കാണട്ടെ. ഗൈസ്, പടം ഒരു രക്ഷയിൽ കിടിലം പടം. ഒരു ലൈവ് കൺസേർട്ട് കണ്ടതുപോലെയുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂവും ഞാൻ ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് സിനിമ കണ്ടതെന്ന് വീട്ടിൽ പോയിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. കാരണം എൻ്റെ കൂട്ടുകാരനായ ശ്രീനാഥ് വന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അട്ടക്കുളങ്ങരയുള്ള സൗഖ് മന്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പോട്ടെത്തി. ഇവിടെ പാർക്ക് ചെയ്യാനാണ് സ്പേസ് ഒന്നുമില്ല. അങ്ങനെ ഓപ്പോസിറ്റ് ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി 5 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇവിടെ 2 ടൈപ്പ് മന്തിയേ ഉള്ളൂ, സ്പൈസി മന്തിയും നോർമൽ മന്തിയും. അങ്ങനെ നോർമൽ മന്തി ഓർഡർ ചെയ്ത് കുറച്ചു നേരത്തിന് ശേഷം മന്തി വന്നു. ഞാൻ കഴിച്ചത് വെച്ചിട്ട് മൻസിൽ മന്തി, പിന്നെ ബുർജൽ മന്തി, അത് എന്നെ കൊള്ളാവുന്നത്. പക്ഷെ ഇവിടുത്തെ മന്തി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മയോണിസ് ആണെങ്കിൽ നല്ല തിക്ക് മയോണിസ്, വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല. ഒരു ആവറേജ്. ഇൻസ്റ്റാഗ്രാമിലുള്ള ഹൈപ്പിന് അത്ര ഒന്നുമില്ല ഇവിടെ. ജസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ മന്തി എന്നെ നിരാശപ്പെടുത്തി. പക്ഷെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എല്ലാം കൊള്ളാം, വിലയും കുറവാണ്. ശ്രീനാഥ് പെട്ടെന്ന് കഴിച്ചിട്ടാവാൻ പോയി. പിന്നെ ബാക്കി മന്തി എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഇവിടെ നിന്ന് കഴിച്ച്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഈസ്റ്റ് പോട്ട് വന്നു ഇവിടെ നിന്ന് ബസ് കയറാൻ. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി. ഇവിടെ നിന്ന് കയറിയല്ലേ സീറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ വീട്ടിലോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീടെത്തിയിരിക്കുകയാണ്. ഞാൻ മൈക്കിൾ ജാക്സന്റെ ബയോപിക്കായ മൈക്കിളിനെ കുറിച്ച് പറയാം. ഒറ്റ വാക്കി പറഞ്ഞ കിടിലം പടം. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഒരു ലൈവ് കോൺസേർട്ട് കണ്ട ഒരു ഫീലാണ് എനിക്ക്. തിയേറ്ററിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ പാട്ട് വരുമ്പോൾ ആ ഒരു ഫീലായിരുന്നു എനിക്ക്. ഒരു ഡാൻസ് കളിക്കണമെന്ന് തോന്നും, അതുപോലത്തെ ഫീല് ഉണ്ടാവും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ടത് ജാഫർ ജാക്സൺ അഭിനയം. ഒരു രക്ഷയില്ല. ചില സമയത്ത് തോന്നും മൈക്കിൾ ജാക്സൺ തന്നെയാണ് ആ സ്ക്രീനിൽ വന്ന് നിൽക്കുന്നത്. ആദ്യം കാണുമ്പോഴേക്കും ഒരു സാമ്യമില്ല, മൈക്കിൾ ജാക്സണും ജാഫർ ജാക്സൺ തമ്മിൽ ഒരു സാമ്യമെന്ന് തോന്നും. പക്ഷെ ആക്ടിങ്ങിലും ഡാൻസ് എല്ലാത്തിലും മൈക്കിൾ ജാക്സൺ വന്ന് അഭിനയിച്ച ഒരു ഫീലായിരുന്നു അവിടെ. ആന്റോണി ഫാക്കോ ആണ് ഇതിന്റെ ഡയറക്ടർ. പുള്ളിക്കാരൻ കിടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ സോങ്സ്, ബീറ്റ്, ത്രില്ലർ, ഇതിന്റെ ബീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ കിടില. പിന്നെ ബില്ലി ജീൻ സോങ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മൈക്കിൾ എന്ന കൊച്ചു കുട്ടിയിൽ നിന്ന് MJ എന്ന വലിയ ബ്രാൻഡിലോട്ട് എങ്ങനെ എത്തുന്നു എന്നതാണ്. പിന്നെ കുട്ടിക്കാലത്തുള്ള അച്ഛന്റെ ഉപദ്രവവും, പിന്നെ ജാക്സൺ 5 എന്ന ബ്രാൻഡ് എങ്ങനെ വളർന്നു വരുന്നതും, പിന്നെ മൈക്കിൾ ജാക്സൺ എന്ന ബ്രാൻഡ് എങ്ങനെ ഇതാവുന്നതെന്ന് പറയുന്ന ഒരു കിടിലം സിനിമയാണിത്. പിന്നെ കുറച്ച് സോങ്സ് ആയ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ്, എർത്ത് സോങ്, ഡേഞ്ചറസ്, ഇതൊന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ സെക്കൻഡ് പാർട്ടിലായിരിക്കും. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അത് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും കിടിലം പടം. ഒരു MJ ഫാൻ ആണെങ്കിൽ നിങ്ങൾ പോയി കണ്ടിരിക്കണം. അത്രയ്ക്കും കിടിലം പടമാണിത്. ഈ സിനിമയിൽ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് മൈക്കിൾ ജാക്സൺ സ്റ്റോറി എനിക്ക് അത്യാവശ്യം അറിയായിരുന്നു. കാരണം സഫാരി TVയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഹിസ്റ്ററി. അതിൽ മൈക്കിൾ ജാക്സന്റെ ഫുൾ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. അതിൽ നല്ല കിടിലമായിട്ട് മലയാളത്തിൽ തന്നെ മൈക്കിൾ ജാക്സന്റെ സ്റ്റോറി പറയുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിനിമ ഞാൻ ഫ്രീ ആയിട്ടാണ് കണ്ടത്. അത് വിത്ത് ഒരു കോൾഡ് കോഫി ഞാൻ കൂടെ ഓർഡർ ചെയ്ത്. ഏകദേശം ടിക്കറ്റ് അറൗണ്ട് 350 രൂപ എന്തോ ആയി. അത് ഞാൻ ഫ്രീ ആയിട്ടാണ് കണ്ടത്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളെ ബുക്ക് മൈ ഷോ അതെടുത്ത് നിങ്ങൾ സിനിമയും സീറ്റും എല്ലാം സെലക്ട് ചെയ്ത് അവസാനം എത്തുമ്പോൾ ഒരു താഴെ ഒരു റെഡി പോയിന്റ്സ് എന്ന് പറഞ്ഞ് കിടക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക്, നിങ്ങളുടെ ബാങ്ക് ഏതെന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അവസാനത്തെ 4 നമ്പർ ഫോൺ നമ്പറും കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് കാണിക്കും. പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉണ്ടെന്ന് കാണിക്കും. എനിക്ക് 380 കൂടുതലുണ്ടായിരുന്നു. അതാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പൊ നിങ്ങൾ കുറവാണെങ്കിൽ പേടിക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ആ പോയിന്റ്സ് കൂടുന്നതായിരിക്കും. ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡീം ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് റെഡീം ചെയ്ത് ഫ്രീ ആയിട്ട് സിനിമ കാണാം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. കമന്റ്, ഷെയർ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.